ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ചെറിയൊരു പരീക്ഷണമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എക്സ്റേ ഉപയോഗിച്ചിട്ട് ഒരു സ്റ്റെൻസിൽ വെച്ചിട്ടൊരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ വേറൊരു സ്റ്റെൻസിൽ വർക്കും കൂടി ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റെൻസിൽ ഇങ്ങനെ വരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് ഭിത്തിയിലോട്ട് വെക്കുക ചെയ്തത്. അപ്പോൾ പെയിൻറ്റ് യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് ഇന്ന് നമ്മൾ പുട്ടി അപ്ലൈ ചെയ്തിട്ട്, അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ കുറേ വർക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഒരു പുട്ടി വർക്ക് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താവുമെന്ന് അറിഞ്ഞുകൂടാ, നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റിൽ ഇങ്ങനൊരു ഡിസൈൻ. അപ്പോൾ നമ്മൾ സ്റ്റെൻസിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മോഡൽ സ്റ്റെൻസിൽ ഇങ്ങനെ കിടക്കുന്ന കാണാം, ഇങ്ങനെ ഓല പോലത്തെ. അപ്പോൾ അതേ രീതിയിൽ ഒരു സ്റ്റെൻസിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എക്സ്റേയുടെ ഒരു ഷീറ്റാണ് എടുത്തത്. അതിലോട്ട് ഈ കാണുന്ന പോലെ ഇങ്ങനെ വെട്ടിയെടുത്തു. അപ്പോൾ വെട്ടിയെടുക്കുമ്പോൾ നമുക്ക് ഒക്കെ പോലെ ഇങ്ങനെ അതിൻ്റെ ഓരോ ഇതളുകൾ വെട്ടിയെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ, കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അവസാനം ഇതേപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ വാൾപുട്ടി നന്നായിട്ട് കുഴച്ചിട്ട് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഭിത്തി മൊത്തത്തിൽ കവർ ചെയ്യുന്നില്ല, നമ്മുടെ പരീക്ഷണമായതുകൊണ്ട് ആദ്യമേ വിജയിക്കോ ഇല്ലയോ നോക്കുകയാണ്. അപ്പോൾ അത് കൊള്ളാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി അടുത്തത് ഇത് മൊത്തത്തിൽ നമ്മൾ ഈ പെയിൻ്റെല്ലാം മാറ്റി വേറെ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ ഒരു സ്റ്റെൻസിൽ വർക്ക് കൊള്ളാമെന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഭാഗത്ത് മാത്രം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് തന്നെ നമ്മൾ ആ ഭിത്തിയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. കാരണം ഡബിൾ ടേപ്പിൽ ഒട്ടിച്ച് അതിൻ്റെ പശയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മാറ്റി അതിനുശേഷം സ്റ്റെൻസിലിൻ്റെ 4 വശത്തും ഇതേപോലെ മാസ്കിങ് ടേപ്പ് വെച്ചിട്ട് നമ്മുടെ ഭിത്തിയിലോട്ട് കൊണ്ടുവന്ന് അതിനെ അങ്ങോട്ട് പതിപ്പിച്ച് വെക്കുക നല്ലപോലെ ടൈറ്റായിട്ട്. അതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഇതേപോലെ വാൾപുട്ടി അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്, ഇതേപോലെ സ്റ്റെൻസിലിൽ പുട്ടിയൊക്കെ അപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വലിച്ചിളകിയപ്പോൾ കുറച്ച് സ്പീഡിലാണ് ചെയ്തത്. അപ്പോൾ പെതിയെ സാവകാശം എടുത്ത് വലിച്ചിളക്കുക. കാരണം ഇത് കുറച്ച് ആ പുട്ടി കുഴച്ച സമയത്ത് കുറച്ചുകൂടി ലൂസായിരുന്നു എന്ന് തോന്നി, എന്താണെന്ന് അറിഞ്ഞുകൂടാ, അത് തമ്മി ഒന്ന് പിടിച്ചു. അപ്പോൾ പെതിയായിട്ട് നമ്മൾ ഈ ഒരു വാൾപുട്ടി അപ്ലൈ ചെയ്തതിന് ശേഷം പെതിയെ ഇതുപോലെ വലിച്ചിളക്കുക. അപ്പോൾ ഇതെല്ലാം ഉണങ്ങിയതിന് ശേഷം വീണ്ടും അതിന് മുകളിൽ ഞാൻ സ്റ്റെൻസിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒരു വൈറ്റ് കളർ ടച്ച് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഭിത്തിയുടെ കളർ ഏതാണോ അതിനനുസരിച്ച് ആ സ്റ്റെൻസിലിന് നമുക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ കളർ കൊടുക്കാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഇഷ്ടമായിട്ടൊക്കെ തോന്നി. അപ്പോൾ ഇത് നമുക്ക് ഇനിയും ചെയ്ത്, അതായത് മൊത്തത്തിൽ നമ്മൾ വീട്ടിലും പെയിൻറ്റിങ് മൊത്തത്തിൽ മാറ്റുവാണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റെൻസിൽ ഏതെങ്കിലും ഒരു ഭിത്തി ചെയ്യാമെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.